അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ദ്രവിക്കുന്ന ശരീരം അഥവാ ദ്രവിക്കാത്ത ശരീരം എന്നതിനെക്കുറിച്ചിട്ടാണ്. ഹസ്രത്ത് വഹാബ് ഇബ്നു മുനബ്ബിഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. അദ്ദേഹം പറയുന്നു, ചില വേദഗ്രന്ഥങ്ങളിൽ ഞാൻ വായിച്ചു, അള്ളാഹു പറഞ്ഞു, ചീയുകയും അഴുകുകയും ദുർഗന്ധം വമിക്കുകയും ചെയ്യുന്നതിനുള്ള വിധി ഞാൻ ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ മനുഷ്യൻ തൻ്റെ മയ്യത്തിന് വീടുകൾ സൂക്ഷിച്ചു വെക്കുമായിരുന്നു. ഹസ്രത്ത് സയ്യിദ് ബിനു അർക്കമി റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, 3 കാര്യങ്ങൾ കൊണ്ട് ഞാൻ എൻ്റെ ദാസന്മാർക്ക് സൗകര്യം ചെയ്തു കൊടുത്തു. 1. ധാന്യങ്ങൾക്ക് കീടങ്ങളെ നിശ്ചയിച്ചു. അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ രാജാക്കന്മാർ, ഭരണാധികാരികൾ രാജ്യത്തെ ധാന്യങ്ങൾ മുഴുവനും സംഭരിക്കുമായിരുന്നു, സ്വർണവും വെള്ളിയും സംഭരിച്ചതുപോലെ. 2. മരണശേഷം ശരീരം ചീയുമെന്നും അഴുകുമെന്നും നിശ്ചയിച്ചു. അങ്ങനെ നിശ്ചയിച്ചില്ലായിരുന്നെങ്കിൽ സുഹൃത്ത് തൻ്റെ സുഹൃത്തിനെ മരണശേഷം മറവു ചെയ്യില്ലായിരുന്നു. 3. ദുഃഖിതമായ ഹൃദയത്തിൽ നിന്നും ദുഃഖത്തെ ദൂരീകരിക്കുന്നു. അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ സന്തോഷം എന്തെന്ന് മനുഷ്യൻ അറിയില്ലായിരുന്നു. ഹസ്രത്ത് അബൂ ഖിലാബ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അള്ളാഹു റൂഹിനേക്കാൾ പരിശുദ്ധവും പരിപാവനവുമായി ഒന്നിനെയും സൃഷ്ടിച്ചില്ല. റൂഹ് ശരീരത്തിലുണ്ടാകുമ്പോൾ അത് സജീവവും നവ്യവുമായിത്തീരുന്നു. റൂഹ് ശരീരത്തിൽ നിന്ന് പോയാൽ അത് അഴുകുകയും ചീയുകയും ചെയ്യുന്നു. ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മനുഷ്യ ശരീരത്തിലെ ഏതൊരവയവവും അഴുകിപ്പോകും, നട്ടെല്ലൊഴികെ. അത് അഴുകിപ്പോകുകയില്ല. അന്ത്യനാളിൽ അതിൽ നിന്നാണ് ശരീരം മുഴുവനും ശരിപ്പെടുത്തിയെടുക്കുന്നത്. ഹസ്രത്ത് ഔസ് ബിനു ഔസി റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസം എൻ്റെ പേരിൽ കൂടുതൽ സ്വലാത്തു ചൊല്ലുക. എന്തുകൊണ്ടെന്നാൽ അന്ന് നിങ്ങളെ സ്വലാത്തുകളെ മലക്ക് നേരിട്ട് എൻ്റെ അടുത്തെത്തിക്കും. സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, മലക്കുകൾ എങ്ങനെയാണ് ഞങ്ങളുടെ സ്വലാത്ത് അങ്ങയുടെ അടുത്തെത്തിക്കുക? അങ്ങയും കബറിൽ മണ്ണായി പോകുകയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു നബിമാരുടെ ശരീരം തിന്നുന്നത് ഭൂമിയിൽ മേൽ ഹറാമാക്കിയിരിക്കുന്നു. ബൈഹഖിയും വാഖിദിയും റിപ്പോർട്ട് ചെയ്തു. ഹസ്രത്ത് മഹാവിയ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉഹുദിൻ്റെ സ്ഥാനത്ത് കിണർ കുഴിക്കാൻ ഉദ്ദേശിച്ചു. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ആരുടെയെങ്കിലും മയ്യത്തുകൾ ഉഹുദിലുണ്ട് എങ്കിൽ അവരെല്ലാവരും ഹാജരാകണം. എല്ലാവരും അവിടെ ഹാജരായി. കിണർ കുഴിക്കുന്നതിനിടയിൽ ഒരുപാട് ശരീരങ്ങൾ പുറത്തു വന്നു. അഴുകാത്ത, ഒരു കേടും വരാത്ത പുതിയ ശരീരങ്ങൾ. ഒരു മയ്യത്തിൻ്റെ കാലിൽ കോടാലി തട്ടിയപ്പോൾ കാലിൽ നിന്നും ചൂട് രക്തം ഒഴുകി. ഹസ്രത്ത് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. അംർ ഇബ്നു ജമൂഹ് അൻസാരി റളിയല്ലാഹു അൻഹുവിനെയും അബ്ദുല്ലാഹ് ഇബ്നു ഉമർ അൻസാരി റളിയല്ലാഹു അൻഹുവിനെയും ഉഹുദ് യുദ്ധത്തിൽ രക്തസാക്ഷികളായി 2 പേരും ഒരു ഖബറിൽ ഒരു താഴ്ന്ന സ്ഥലത്ത് മറവ് ചെയ്യപ്പെട്ടു. അല്പം ഉയർന്ന ഒരു സ്ഥലത്ത് മറവ് ചെയ്യാൻ വേണ്ടി 2 ശരീരങ്ങളും പുറത്തെടുത്തു. 2 ശരീരങ്ങളും പുതുതായിരുന്നു. ഒരു മാറ്റവും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് മരണമടഞ്ഞതുപോലെ. ഒരു ശരീരത്തിൽ മുറിവുണ്ടായിരുന്നു. അതിന്മേൽ തൻ്റെ കൈ വെച്ചിട്ടുണ്ടായിരുന്നു. കൈ മുറിവിൽ നിന്നും തെന്നി വീണപ്പോൾ മൃതദേഹം തന്നെ കൈ മുറിവിന്മേൽ വെച്ചു. പിന്നീട് 2 മൃതദേഹങ്ങളും ഒരു ഉയർന്ന സ്ഥലത്ത് മറവ് ചെയ്തു. ഉഹുദ് യുദ്ധം നടന്നത് മുതൽ 46 വർഷം കഴിഞ്ഞപ്പോഴായിരുന്നു ഈ സംഭവം. ഹസ്രത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ബാങ്ക് വിളിച്ചാൽ അവൻ രക്തത്തിൽ പിടഞ്ഞു വീണു മരിച്ച രക്തസാക്ഷിയെപ്പോലെയാണ്. മരണശേഷം അവൻ്റെ ശരീരം സുരക്ഷിതമായിരിക്കും. അതായത് മണ്ണ് അവൻ്റെ ശരീരത്തെ തിന്നുകയില്ല എന്നാണ് അർത്ഥം. മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം, ഖിയാമത്ത് നാളിൽ മഹിശ്ശറയിൽ ബാങ്ക് വിളിക്കുന്നവൻ്റെ ശിരസ് മറ്റെല്ലാവരെക്കാളും ഉയർന്നു നിൽക്കും. ഖബറിൽ അവൻ്റെ ശരീരം സുരക്ഷിതമായി ഇരിക്കും. ഹസ്രത്ത് ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുർആൻ ഹൃദയസ്ഥമാക്കിയ ഒരാൾ മരണമടയുമ്പോൾ അള്ളാഹു ഭൂമിക്ക് നിർദ്ദേശം കൊടുക്കും, അവൻ്റെ മാംസം തിന്നരുത്. ഭൂമി പറയും, രക്ഷിതാവേ, ഞാൻ എങ്ങനെ അവൻ്റെ മാംസം തിന്നും? നിൻ്റെ പരിശുദ്ധ വചനമാണല്ലോ അവൻ്റെ നെഞ്ചിലുള്ളത്. ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യൻ്റെ ശരീരവും മണ്ണും തിന്നുകയില്ല എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
ഈ ഗ്രന്ഥം രചിക്കാനും പൂർത്തീകരിക്കാനും തൗഫീക്ക് നൽകിയ അള്ളാഹുവിന് 1000 സ്തുതിയും നന്ദിയും. അള്ളാഹുവെ, ഈ പുസ്തകം പ്രയോജനപ്രദമാക്കുകയും ഇതിൻ്റെ വായനക്കാർക്കും എനിക്കും പ്രതിഫലം നൽകുകയും ഞങ്ങളുടെ പാവങ്ങൾ പുറത്തു തരികയും ചെയ്യണമേ. ഇത് നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു ഖബറിനെ കുറിച്ചിട്ടുള്ള ഒരു ബുക്കിൽ വായിച്ചു കൊണ്ടാണ് ഇതൊക്കെ ഞാൻ പറയുന്നത്. അള്ളാഹു തആല ഞാൻ പറഞ്ഞതും ഈ കേട്ടതും ഒരു സ്വാലിയായ അമലായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.